ഏറ്റവും മനോഹരമായൊരു സ്ഥലം അത് ഞങ്ങളുടെ നാട്ടിൽ തന്നെയാണ്, കോട്ടയത്താണ് എന്ന് കാണുമ്പോൾ കൂടുതൽ സന്തോഷമുണ്ട്. അപ്പോൾ ഇങ്ങനെ മനോഹരമായ കാഴ്ചകൾ ഗുഡ് മോർണിംഗ് കേരളത്തിൽ ഇനിയും ഇതാ മന്ത്രി എം ബി രാജേഷ് അങ്ങോട്ടേക്ക് വരുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അവിടെ ഒരു മാധ്യമ സ്ഥാപനം സംഘടിപ്പിച്ച ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ സമ്മാനദാനമുണ്ട്. പിന്നെ ഈ പ്രദേശം അദ്ദേഹം നടന്ന് കാണുന്നുണ്ട്. കാരണം ഒരു തദ്ദേശ സ്ഥാപനം എങ്ങനെ ഒരു പ്രദേശത്തെ വികസിപ്പിച്ചെടുത്ത് ടൂറിസം മേഖലയ്ക്ക് ഒരു മുതൽക്കൂട്ടാക്കിയത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ് ഈ മലരിക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊക്കെ കണ്ട് ആസ്വദിച്ച് പോകാൻ വേണ്ടിയിട്ടാണ് മന്ത്രി എം ബി രാജേഷ് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു സന്തോഷം മുഖത്ത് കാണുന്നതുമുണ്ട്, ആമ്പൽ വിരിഞ്ഞു നിൽക്കുന്നതിൻ്റെ ഒരു സന്തോഷം അദ്ദേഹത്തിൻ്റെ മുഖത്തുമുണ്ട്. ഇത് സീസണിൻ്റെ ഒരു അവസാന ഘട്ടമായിട്ട് നമുക്ക് പറയേണ്ടി വരും. കാരണം 40 ദിവസമാണ് മലരിക്കലിലെ അമ്പൽ സീസൺ എന്ന് പറയുന്നത്. അത് തീരാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആ സമയത്താണ് ഈ പറയുന്നത് പോലെ കാഴ്ചകളൊക്കെ. ഇപ്പോൾ കോട്ടയം ജില്ലയിൽ തന്നെ പല ആളുകളും ഇപ്പോഴൊക്കെയാണ് അങ്ങോട്ടേക്ക് വരുന്നത്. ഇത്രയും മനോഹരമായൊരു സ്ഥലം ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നു എന്ന് ഇപ്പോൾ ആപ്പാഞ്ചിറയിൽ നിന്ന് വന്ന ചേട്ടൻ ചോദിക്കുന്നത് കേട്ടില്ലേ. ഒപ്പം തന്നെ വയലായിൽ നിന്ന് വന്ന ചേട്ടനും പറയുന്നുണ്ട്, ചേച്ചിയൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ കുട്ടികളൊക്കെ നമുക്ക് അവിടെ ചെന്ന് ഈ അമ്പൽ മേടിക്കാൻ പറ്റും, ഇതുപോലെ പൂക്കൾ വാങ്ങാൻ പറ്റും, അത് പറിച്ചെടുക്കാൻ പറ്റും. ചെറിയ പൈസകൾ മാത്രമേ ഉള്ളൂ. അപ്പം തന്നെ അവിടെ ഭക്ഷണം കഴിക്കാനും സന്ദർശിക്കാനും ഒക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. വള്ളത്തിൽ ഇങ്ങനെ തോണിയിൽ ആ അമ്പൽപ്പാടത്തിൻ്റെ നടുവിലൂടെ ചെറുതായി സഞ്ചരിച്ച് പോയി ആ മനോഹാരിത കാഴ്ചവെക്കാം. അവിടെ ഫോട്ടോഷൂട്ടുകളുണ്ട്. ഒപ്പം തന്നെ ഈ കല്യാണത്തിന് മുന്നോടിയായിട്ടുള്ള സേവ് ദ ഡേറ്റ് സംവിധാനങ്ങളൊക്കെ അതൊക്കെ അവിടെ ഇപ്പോൾ ഈ ആമ്പൽ വസന്തത്തിൻ്റെ സമയത്ത് ഷൂട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള വരുമാന മാർഗ്ഗങ്ങൾ അവിടെ ലഭിക്കുന്നു. പലതരത്തിലുള്ള ഭംഗിയുള്ള കാഴ്ചകൾക്കായി ഒരു നാടിനെ മാറ്റുന്നതിൻ്റെ ഏറ്റവും മനോഹരമായ കാഴ്ച. ഇതുപോലെ പ്രാദേശികമായ മനോഹരമായ സ്ഥലങ്ങൾ നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ടെങ്കിൽ അത് ഈ രീതിയിൽ മാറ്റിയെടുക്കാൻ കഴിയും എന്നതിൻ്റെ കൂടി ഉദാഹരണമാണ്. മറ്റു തദ്ദേശ സ്ഥാപനങ്ങൾക്കൊക്കെ പരീക്ഷിക്കാവുന്ന ഒരു മാതൃകയാണ് കോട്ടയം ഇപ്പോൾ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അങ്ങോട്ടേക്കുള്ള റോഡ് സംവിധാനമാണ്. ഏറ്റവും മനോഹരമായ റോഡുകൾ ആ പ്രദേശത്തേക്കുണ്ട്. ഈ ആമ്പൽപ്പാടത്തിൻ്റെ സൈഡിലൂടെയുള്ള കുറച്ച് റോഡുകൾ മാത്രമാണ് BMBC നിലവാരത്തിലേക്ക് മാറാത്തത്. മറ്റെല്ലാ റോഡുകളും BMBC നിലവാരത്തിൽ ടാർ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ വരും കാലങ്ങളിൽ ഒരുപക്ഷെ അതിനൊക്കെയുള്ള സാധ്യതകൾ ഇപ്പോൾ നമ്മുടെ മുന്നിൽ തെളിയുകയാണ്. കാരണം അതൊരു സ്ഥിരം ടൂറിസം സ്പോട്ടായി മാറിയിരിക്കുന്നു സീസൺ സമയത്ത്. അതാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മന്ത്രി എന്താണ് സംസാരിക്കുന്നത് എന്ന് നമുക്കൊന്ന് അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ വിശദീകരിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നാട്ടുകാർ. ഏതായാലും മലരിക്കലിൻ്റെ ആമ്പൽ വസന്ത കാഴ്ചകളാണ് നമ്മൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ആസ്വദിക്കാൻ മന്ത്രി എം ബി രാജേഷ് കൂടി അങ്ങോട്ടേക്ക് എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വകുപ്പിന് ഏറെ സന്തോഷമുള്ളതാണ്. കാരണം തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഒരു പ്രദേശത്തിൻ്റെ തലവര മാറ്റിയെടുക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ അതൊരു ഭംഗിയുള്ള കാഴ്ച തന്നെയാണ് മന്ത്രിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ വകുപ്പ് ഒരുക്കിയിരിക്കുന്നത്. കോട്ടയത്ത് വരുമ്പോൾ ഒരിക്കലെങ്കിലും ഈ സീസണിൽ വരികയാണെങ്കിൽ നിങ്ങൾ ആമ്പൽപ്പൂ വസന്തം ഒന്ന് വന്ന് കാണാമെന്നാണ് എനിക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരോടൊക്കെ പറയാനുള്ളത്. നമ്മുടെ മനസ്സിനൊക്കെ ഒരു വലിയ സന്തോഷവും കുളിർമയും ഒക്കെ നൽകും അത്തരത്തിലുള്ള കാഴ്ചകൾ. എസ് രാജീവൻ പറയുന്നുണ്ട്, ടൂറിസത്തിന് വൻ മുതൽക്കൂട്ടായി മാറും ഈ പ്രദേശമെന്നാണ് പറയുന്നത്. തീർച്ചയായും അത് അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ തന്നെ അവിടെ വലിയൊരു മാറ്റം ഉണ്ടായിരിക്കുകയാണ് ആ നാട്ടിൽ. അവിടുത്തെ മനുഷ്യരുടെ ഇടയിലേക്ക് വലിയൊരു തൊഴിൽ സാധ്യതകളടക്കം തുറന്നു വച്ചിരിക്കുകയാണ് ഈ ആമ്പൽ പാടങ്ങൾ എന്ന് പറയുന്നത്. ഉത്തരവാദിത്വ ടൂറിസത്തിൻ്റെ മനോഹരമായൊരു ഉദാഹരണമായിട്ട് തന്നെ കാണാൻ കഴിയും. എത്രയോ അവാർഡുകൾ നമുക്ക് വാങ്ങി തന്നിട്ടുള്ളതാണ് ഈ റെസ്പോൺസിബിൾ ടൂറിസം. അതിൻ്റെ ഒരു ഭാഗം കൂടിയാണല്ലോ മലരിക്കലിലെ ഈ ആമ്പൽക്കാട് എന്ന് പറയുന്നത്. അപ്പോൾ അത് ടൂറിസം മേഖലയിലെ പുതിയ കാഴ്ചപ്പാടുകൾക്ക് മന്ത്രി മുഹമ്മദ് റിയാസിനൊക്കെ ഏറെ സന്തോഷം നൽകുന്നതായിരിക്കും ഈ മലരിക്കൽ എന്ന് പറയുന്ന പ്രദേശം. അത് ആ രീതിയിൽ തന്നെ നമുക്കത് അനുഭവപ്പെടുകയും ചെയ്യുന്നത്. എത്ര മനോഹരമായിട്ടാണ്. വലിയ ആഴമൊന്നും ആ പ്രദേശങ്ങളിൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അന്ന് ഞങ്ങൾ വള്ളത്തിൽ പോയപ്പോൾ ഈ തുഴയുമ്പോൾ ആ തുഴ നിലത്ത് മുട്ടുന്നുണ്ടെന്ന്, ചെറിയ ആഴമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിനപ്പുറത്തേക്ക് കായൽ നിലങ്ങളുണ്ട്. കാരണം ഇത് ഈ നമ്മുടെ അപ്പർ കുട്ടനാടിൻ്റെ ഭാഗമാണ്. അപ്പോൾ മറുവശത്ത് കുട്ടനാടിൻ്റെ പ്രദേശങ്ങളാണ്. അപ്പോൾ ആ രീതിയിൽ കുറച്ചങ്ങ് മാറിയാൽ നെൽപ്പാടങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. കുമരകത്തേക്ക് പോകുന്ന വഴിയുടെ സൈഡിൽ നിന്ന് തിരിഞ്ഞാണ് നമ്മൾ ഈ ഭാഗത്തേക്ക് വരുന്നത്. അപ്പോൾ കുമരകവും കണ്ട് ആമ്പൽപ്പാടവും ഒക്കെ കണ്ട് അങ്ങനെ വരാം ആളുകൾക്ക് അങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്നാണ്. ആലപ്പുഴയിലെ കടൽപ്പാലം മനോഹരമാക്കാൻ മന്ത്രിയോട് പറയണമെന്നാണ് താജുദ്ദീൻ പറയുന്നത്. തീർച്ചയായും നമുക്കത് പറയാം, ഒരു സംശയം വേണ്ട. ഇപ്പോൾ ഫറോക്കിലെ പാലം താങ്കൾ ഇത് പറഞ്ഞപ്പോഴാണ് എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത്. ഫറോക്കിൽ ആ പുതിയ പാലവും പഴയ പാലവും ഏറ്റവും മനോഹരമായി മാറ്റിയത് നമ്മൾ കണ്ടതാണല്ലോ. അതുപോലെ തന്നെ എല്ലാ സംവിധാനങ്ങളിലേക്കും മനോഹരമായി തന്നെ കൊണ്ടുവരും. ഇപ്പോൾ ചങ്ങനാശ്ശേരിയിൽ നിന്ന് കോട്ടയത്തേക്ക് ഉള്ള കോട്ടയത്തു നിന്നോ മലരിക്കലിലേക്ക് യാത്ര എളുപ്പമെന്ന് ബിലാൽ പറയുന്നുണ്ട്. ബിലാൽ, എനിക്ക് ചങ്ങനാശ്ശേരിയിൽ നിന്നുള്ള വഴി എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ കോട്ടയത്ത് നിന്ന് വളരെ അടുത്താണ്. വളരെ കുറച്ച് ദൂരം, ഒരു 5-6 കിലോമീറ്റർ താഴെ അങ്ങോട്ടേക്ക് ഉണ്ടാകുകയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
ചങ്ങനാശ്ശേരിയാണെങ്കിൽ വളരെ വേഗത്തിൽ കോട്ടയത്തേക്ക് വന്ന് അതിലേക്ക് കയറി പോകുന്നതായിരിക്കില്ലേ എളുപ്പമെന്ന് തോന്നുന്നു. എനിക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. പക്ഷേ എങ്കിൽ പോലും കോട്ടയത്ത് നിന്ന് വളരെ അടുത്താണ്, എപ്പോഴും ബസ്സൊക്കെ ഉള്ളതാണ്. കുമരകം റൂട്ടിൽ ഇറങ്ങിയാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റും. അപ്പം സർക്കാരിന് ബിഗ് സല്യൂട്ട് എന്ന് ഷിബു ഷഹീദ് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പ്രശാന്തൻ എഴുതുന്നു, നമ്മൾ ഒന്നിച്ചു നിന്നാൽ കേരളത്തെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല, ഇവിടം തന്നെ കാണാൻ ഒരുപാടുണ്ട്, വിജയ വിപ്ലവമാകും ടൂറിസം എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അത് വളരെ രസകരമായ അഭിപ്രായങ്ങൾ തന്നെയാണ്. ആമ്പൽപ്പാടവും പരിസരവും ടൂറിസത്തിൻ്റെ അനന്ത സാധ്യത തെളിയുന്നു, വളർത്തിയെടുക്കാൻ ഒരുമിച്ച് കഴിയട്ടെ, നാട് വളരട്ടെ എന്നാണ് സർജൻ എഴുതുന്നത്. ഷിബു ഷഹീദ് എഴുതുന്നൊരു കാര്യം, കണ്ണിന് രാവിലെ മനോഹരമായ കാഴ്ച, കൈരളി ഇതുപോലെ കാഴ്ചകൾ ഇനിയും കാണിക്കട്ടെ എന്ന് ആശിക്കുന്നു. ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണിക്കാൻ കൈരളിക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്നും പറഞ്ഞു വയ്ക്കുകയാണ്. ബിഗ് സല്യൂട്ട് പറയുകയാണ് ഷിബു ഷഹീദ്. അപ്പോൾ അത്തരത്തിൽ നല്ലൊരു മനോഹരമായൊരു കാഴ്ച. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, നമുക്കൊന്ന് റിലാക്സ് ആകാം, നമുക്ക് ഈ പ്രദേശത്തേക്കൊക്കെ ഒന്ന് പോകാമെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. നോക്കൂ എത്ര ഭംഗിയാണ് ആ ദൃശ്യങ്ങൾ, ക്യാമറയിൽ നിറഞ്ഞു നിൽക്കുകയാണ് ആമ്പൽപ്പാടത്തിൻ്റെ ഭംഗി. അതിങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നത് രസകരമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു മലരിക്കൽ മാത്രമായിരിക്കാം ഒരുപക്ഷെ ഇത്ര വിശാലമായ രീതിയിൽ ആമ്പൽപ്പാടങ്ങൾ കാണാൻ കഴിയുന്നത്. നമ്മൾ ഈ തിരുനാവായയിലൂടെ ട്രെയിനിൽ കടന്നു പോകുമ്പോൾ അവിടെ കുറച്ച് പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ ആമ്പലും താമരയും നമുക്ക് കാണാൻ കഴിയാറുണ്ട്. പക്ഷേ അത് ഇത്രയുമില്ല. ഇവിടെ മലരിക്കലിൽ അതിൻ്റെ ഒരു വലിയ വസന്തം തന്നെ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും.